എവർക്കും നമസ്കാരം. ഗ്രീൻ പീസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം. ഞാൻ ആനന്ദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഡിപ്പെൻഡ് അപ്പോൺ യൂട്ടിലിറ്റി, അതായത് ഉപയോഗത്തിനനുസരിച്ച് ഇന്ത്യൻ ഗൈഡിൽ നമ്മൾ എത്ര തരംതിരിച്ചിട്ടുണ്ട്? 3 ആയിട്ടല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? ഏതൊക്കെയാണ്? മിൽച്ച് ബ്രീഡ് അഥവാ ഡയറി ബ്രീഡ്, രണ്ടാമത്തേതാണ് ഡ്രോട്ട് ബ്രീഡ്, മൂന്നാമത്തേതാണ് ഡ്യുവൽ പർപ്പസ്. ഇങ്ങനെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ച്. ഇത് നമ്മുടെ സിലബസ് ആണല്ലേ? നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് പഠിക്കേണ്ട ബ്രീഡുകളുടെ പേരുകൾ ഇവിടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ഇന്നത്തെ ക്ലാസ് മൊഡ്യൂൾ 2 ബ്രീഡ്സ് ഓഫ് ലൈഫ് സ്റ്റോക്കിലെ 4ാമത്തെ ക്ലാസ്സാണ്. ഈ ബ്രീഡ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? ഏതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും അതിൽ 1 മുതൽ 4 മാർക്ക് വരെ പല എക്സാമിലും ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബ്രീഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തു നിന്നും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. 2014 PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ ബ്രീഡിംഗ് ട്രാക്ട് ഓഫ് ഡാഷ് ഈസ് മോണ്ടോഗോമറി ഡിസ്ട്രിക്റ്റ് ഓഫ് പാകിസ്ഥാൻ. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ ഗീർ, ഓപ്ഷൻ ബി സാഹിവാൽ, ഓപ്ഷൻ സി സിന്ധി, ഓപ്ഷൻ ഡി താർപ്പാക്കർ. നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ പറയില്ല. ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2015 PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻ എക്സാമ്പിൾ ഓഫ് ഡയറി ടൈപ്പ് ഇന്ത്യൻ കാറ്റിൽ ബ്രീഡ് ഫ്രം ഗുജറാത്ത്. ഓപ്ഷൻ എ സാഹിവാൽ, ഓപ്ഷൻ ബി ദ്യോണി, ഓപ്ഷൻ സി സിന്ധി, ഓപ്ഷൻ ഡി ഗീർ. 2015 PSC ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ബ്രീഡ് ഓഫ് കാറ്റിൽ വിച്ച് ഈസ് നോൺ ആസ് ലോല ഓണിങ് ടു ദ ലൂസ് സ്കിൻ. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ ഗീർ, ഓപ്ഷൻ ബി താർപ്പാക്കർ, ഓപ്ഷൻ സി സാഹിവാൽ, ഓപ്ഷൻ ഡി സിന്ധി. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2015 PSC ചോദിച്ച ക്വസ്റ്റ്യൻ. ദ ബ്രീഡ് ഓഫ് കാറ്റിൽ വിത്ത് ലോങ് പെൻഡുലസ് ഇയർ വിച്ച് റിസംബ്ലിംഗ് എ കേൾഡ് ലീഫ് ഈസ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ സാഹിവാൽ, ഓപ്ഷൻ ബി റെഡ് സിന്ധി, ഓപ്ഷൻ സി ഗീർ, ഓപ്ഷൻ ഡി ദ്യോണി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2016 PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദീസ് ബ്രീഡ് ഹാവ് കോൺവെക്സ് ഹെഡ് വിത്ത് ഫോൾഡഡ് ലീഫ് ലൈക്ക് ഇയേഴ്സ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ സിന്ധി, ഓപ്ഷൻ ബി സാഹിവാൽ, ഓപ്ഷൻ സി ഗീർ, ഓപ്ഷൻ ഡി കങ്കയം. 2022 PSC ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബ്രീഡ് ഓഫ് കാറ്റിൽ വിച്ച് ഈസ് നോൺ ആസ് കത്യവാരി. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ ഗീർ, ഓപ്ഷൻ ബി ദ്യോണി, ഓപ്ഷൻ സി താർപ്പാക്കർ, ഓപ്ഷൻ ഡി കാംഗ്രച്ച്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഡിപ്പെൻഡ് അപ്പോൺ യൂട്ടിലിറ്റി, അതായത് ഉപയോഗത്തിനനുസരിച്ചിട്ട് ഇന്ത്യൻ കാറ്റിൽ നമ്മൾ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമ്മളതിൽ 1 മാത്രമാണ് ഇന്ന് നോക്കുന്നത്, അതായത് മിൽച്ച് ബ്രീഡ് അഥവാ ഡയറി ബ്രീഡ് മാത്രമാണ് ഇന്ന് നോക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ച്, നമ്മുടെ ഡയറി ബ്രീഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രീഡാണ് സഹിവാൽ. ഇതിൻ്റെ ഒറിജിൻ എവിടെയാണ് നോക്കിയാൽ ശ്രദ്ധിച്ച്, മോണ്ടഗോമറി ഡിസ്ട്രിക്റ്റ് ഓഫ് പാകിസ്ഥാൻ. ഒറിജിൻ എവിടെയാണ്? മോണ്ടഗോമറി ഡിസ്ട്രിക്റ്റ് ഓഫ് പാകിസ്ഥാൻ. ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ. നമ്മൾ ഇന്ത്യയിൽ എവിടെ കാണപ്പെടുന്നുണ്ട്? പഞ്ചാബിൽ കാണുന്നുണ്ട്, ഹരിയാനയിൽ കാണപ്പെടുന്നുണ്ട്, രാജസ്ഥാനിൽ കാണപ്പെടുന്നുണ്ട്. മനസ്സിലായോ? ഇനി ഇതിൻ്റെ സിനോണിം നോക്കിയേ. കോമൺലി കോൾഡ് ലോല ബിക്കോസ് ഓഫ് ദെയർ ലൂസ് സ്കിൻ. അതായത് ഈ സഹിവാലിന് ലൂസ് സ്കിൻ ഉള്ളത് കൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നുണ്ട്? ലോല എന്ന് വിളിക്കുന്നുണ്ട്. മനസ്സിലായോ? ദീസ് ആനിമൽസ് ആർ ഓൾസോ നോൺ ആസ് ലംബിബാർ, മോണ്ടഗോമറി, മുൽത്താനി. നമ്മുടെ കോമൺലി വിളിക്കുന്ന ലോലയെങ്കിലും മറ്റേതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? ലംബിബാർ എന്നും മോണ്ടഗോമറി എന്നും മുൾത്താനി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി ഈ ബ്രീഡിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കിയേ. ഫസ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? ലൂസ് സ്കിൻ അല്ലേ? നമുക്കറിയാം ലൂസ് സ്കിൻ ആയതുകൊണ്ടാണ് ഈ സാഹിവാലിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലോല എന്ന് അറിയപ്പെടുന്നത് അല്ലേ? രണ്ടാമത് നോക്കിയേ, വോള്യൂമിനസ് ഡിവലാപ്പ് അല്ലേ? നമ്മുടെ ഇന്ത്യൻ കാറ്റിലിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ഡിവലാപ്പ് അല്ലെ, വെൽ ഡെവലപ്ഡ് ഡിവലാപ്പ്. ഈ സാഹിവാലിന് നല്ല രീതിയിലുള്ള നല്ല വലുപ്പത്തിലുള്ള ഡിവലാപ്പ് ഉണ്ട്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, പെൻഡുലസ് ഷീത്ത് ഇൻ ബുൾ. എന്താണ് ഷീത്ത്? നമുക്കറിയാം അല്ലേ, പെനിസിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്കിന്നിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? എന്താ വിളിക്കുന്നത്? ഷീത്ത് എന്ന് പറയുന്നത് അല്ലേ? ഈ സാഹിവാലിൻ്റെ ബുള്ളിന്
നല്ല പെൻഡുലസ് തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള എന്തുണ്ട് ഷീത്തുണ്ട്. നാലാമത്തെ നോക്കിയേ മാസീവ് ഹമ്പ്. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഗേറ്റിലെ ഏറ്റവും വലിയ പ്രത്യേകത ഹമ്പ് അല്ലേ. ഇതിനെന്താണ് നോക്കിയാൽ മാസീവ് ഹമ്പുണ്ട് അല്ലേ, നല്ല രീതിയിലുള്ള വലുപ്പത്തിലുള്ള ഹമ്പുണ്ട്. അഞ്ചാമത്തെ പോയിന്റ് നോക്കിയേ ഷോർട്ട് ലെഗ് ആൻഡ് ലെതാർജിക് മൂവ്മെൻറ്റ്. ചെറിയ കാലുകളും അതുപോലെ തന്നെ അലസമായ നടത്തം ഈ ബ്രീഡിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ആറാമത്തെ നോക്കിയേ ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ് ലെസ് ദാൻ 3 inches. അതായത് ചെറുതും കട്ടിയുള്ളതും അതുപോലെ തന്നെ 3 ഇഞ്ചിന് താഴെയുള്ള കൊമ്പാണ് ഈ ബ്രീഡിന് കാണപ്പെടുന്നത്. മനസ്സിലായോ? ഇനി കളർ നോക്കിയേ, കൗ എന്നിട്ട് ഡാർക്ക് റെഡ് ആണ് അല്ലേ, ബുള്ളിനാണെങ്കിൽ എന്താണ് കുറച്ചുകൂടെ ഡാർക്കർ ആയിരിക്കും അല്ലേ. മനസ്സിലായോ? ഇവിടെ ലാക്ടേഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ എത്ര ലാക്ടേഷൻ 2500 അല്ലേ kg, 2500 kg. അതായത് നമുക്ക് ലാക്ടേഷൻ പീരീഡ് എത്രയെന്ന് അറിയാം അല്ലേ, എത്ര ദിവസമാണ് 305 അല്ലേ. ആ 305 ദിവസത്തിൽ എത്ര പാല് തരും? 2500 kg പാല് ആര് തരും? സാഹിവാൽ. ഇനി ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നോക്കിയേ ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ബ്രീഡ്. മറന്നു പോകരുത്. എന്താണ് ഡാഷ് ഈസ് ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ബ്രീഡ് എന്ന് ചോദിച്ചാൽ ഏതാണ്? സാഹിവാൽ. ഓക്കെ, നമ്മൾ എക്സാം വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ പോയിന്റ് നമ്മൾ ഓർത്തിരിക്കണം ഈ ഒരു ബ്രീഡിന്? നോക്കിയേ, ഫസ്റ്റ് നമ്മൾ ഒറിജിൻ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒറിജിൻ ഏതാണ്? മോണ്ടുഗോമറി ഡിസ്ട്രിക്ട് അല്ലേ. ഒറിജിൻ ഏതാണ്? മോണ്ടുഗോമറി ഡിസ്ട്രിക്ട്. ഇനി നമ്മൾ ഇതിൽ ഓർക്കേണ്ട പോയിന്റ് ആണ് ലോല. അതായത് ലൂസ് സ്കിൻ ഉള്ളത് കൊണ്ട് ഈ ബ്രീഡിനെ ലോല എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇനി മറ്റ് ഏതൊക്കെ പേര് നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു? ഏതൊക്കെയാണ്? ലംബി ബാർ അല്ലേ, മോണ്ടുഗോമറി, മുൾത്താണി. ഇതൊക്കെ നമ്മൾ എക്സാം വ്യൂവിൽ നമ്മൾ ഓർത്തിരിക്കണം. ഇനി ക്യാരക്ടേഴ്സ് നമ്മൾ ഏതൊക്കെയാണ് ഓർക്കേണ്ടത്? നോക്കിയേ, നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ് ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ് ലെസ് ദാൻ 3 inches. മറന്നു പോകരുത്, ഈ പോയിന്റ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ലാക്ടേഷൻ 2500 kg 305 ദിവസം തരും. ഇത് നമ്മൾ മറക്കാൻ പാടില്ല. ഇനി ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ബെസ്റ്റ് ഇന്ത്യൻ ഡയറി ബ്രീഡ്. മനസ്സിലായോ? ഇത്രയും പോയിന്റ് നമ്മൾ ഈ ബ്രീഡിൽ ഓർത്തിരിക്കണം. ഓക്കെ, ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ ബേസിക് നോളജിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ശ്രദ്ധിച്ചോളൂ. ദ ഓസ്ട്രേലിയൻ സഹിവാൽ അറൈവ്ഡ് ഇൻ ഓസ്ട്രേലിയ ഇൻ 1950. അതായത് 1950 കാലയളവിലാണ് ഈ സഹിവാൽ എവിടെ എത്തുന്നത്? ഓസ്ട്രേലിയ അല്ലേ. ഇൻ ഓസ്ട്രേലിയ ദ സഹിവാൽ വാസ് ഇനിഷ്യലി സെലക്ടഡ് ആസ് എ ഡ്യുവൽ പർപ്പസ് ബ്രീഡ്. അതായത് ആദ്യമൊക്കെ ഒരു ഡ്യുവൽ പർപ്പസ് ബ്രീഡായിട്ടാണ് എന്തിനെ കണക്കാക്കിയത്? സഹിവാലിനെ കണക്കാക്കപ്പെട്ടിരുന്നത്. ഓക്കെ, ഇറ്റ് പ്ലേഡ് എ വൈറ്റൽ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് 2 ഓസ്ട്രേലിയൻ ട്രോപ്പിക്കൽ ഡയറി ബ്രീഡ്സ്. ഏതൊക്കെയാണ്? ദ ഓസ്ട്രേലിയൻ മിൽക്കിംഗ് സെബു ആൻഡ് ദ ഓസ്ട്രേലിയൻ ഫ്രീഷ്യൻ സാഹിവാൽ. അതായത് പ്രധാനപ്പെട്ട 2 ഓസ്ട്രേലിയൻ ട്രോപ്പിക്കൽ ബ്രീഡ് ഏതൊക്കെയാണ്? ദ ഓസ്ട്രേലിയൻ മിൽക്കിംഗ് സെബു ആൻഡ് ഓസ്ട്രേലിയൻ ഫ്രീഷ്യൻ സാഹിവാൽ എന്നിവയുടെ ഡെവലപ്മെൻറ്റിന് പ്രധാന പങ്ക് ആര് വഹിച്ചിട്ടുണ്ട്? ഈ സാഹിവാൽ വഹിച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ബ്രീഡാണ് സിന്ധി അല്ലേ. ഇതിൻ്റെ ഒറിജിൻ എവിടെയാണ്? സിന്ധ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ. ഒറിജിൻ എവിടെയാണ്? മറക്കരുത്, സിന്ധ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ. അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിച്ചോളൂ. ഇവോൾവ് ഫ്രം ലാസ് ബേല കാറ്റിൽ ഓഫ് ബേല ബലൂചിസ്ഥാൻ. അതായത് ബലൂചിസ്ഥാനിലെ ബേലയിലെ ലാസ് ബേല എന്ന് പറയുന്ന കന്നുകാലികളിൽ നിന്നാണ് ഈ ഇനം പരിണമിച്ചതെന്ന് കരുതപ്പെടുന്നു. ഓക്കെ, അടുത്ത് നോക്കിയേ. ഇനി ഇന്ത്യ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ പഞ്ചാബ് ആൻഡ് ഹരിയാന. ഇന്ത്യയിൽ എവിടെ കാണപ്പെടുന്നുണ്ടേ? പഞ്ചാബിലും അതുപോലെ തന്നെ ഹരിയാനയിലും കാണപ്പെടുന്നുണ്ട്. സിനോണിം നോക്കിയേ, റെഡ് സിന്ധി അല്ലേ. സിനോണിം ഏതാണ്? റെഡ് സിന്ധി. ദീസ് ആനിമൽസ് ആർ ഓൾസോ നോൺ ആസ് മാലീർ ആൻഡ് റെഡ് കറാച്ചി. അപ്പോൾ ഏതാണ് റെഡ് കറാച്ചി എന്ന് ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത്? സിന്ധി എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഇതിന് നോക്കിയേ, സിനോണിം വന്നിട്ട് റെഡ് സിന്ധി എന്ന് അറിയപ്പെടുന്നുണ്ട്. അല്ലാതെ എന്താണ് മറ്റേതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? മാലീർ ആൻഡ് റെഡ് കറാച്ചി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇതിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കിയേ. മീഡിയം സൈസ് അല്ലേ. ഫസ്റ്റ് ഏതാണ്? മീഡിയം സൈസ്. രണ്ടാമത്തേതാണ് ഹെവി ഹമ്പ് അല്ലേ. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ കാറ്റിലെ പ്രത്യേകത ഹമ്പ്. അപ്പോൾ ഇതിൻ്റെയും ഹമ്പ് എന്താണ്? വളരെ വലുപ്പമുള്ള ഹമ്പ് ഇവയ്ക്കുണ്ട്. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, വോളിമിനസ് ഡിവലാപ്പ് ആൻഡ് ഷീത്ത്. അതായത് നല്ല വലുപ്പത്തിലുള്ള ഡിവലാപ്പും അതുപോലെ തന്നെ ഷീത്തും ഇവയുടെ പ്രത്യേകതയാണ്. നാലാമത്തെ നോക്കിയേ,
കാപ്യഷ്യസ് അഡർ, അതായത് നല്ല വലിപ്പമുള്ള അഡർ ആർക്കുണ്ട്? സിന്ധിക്ക് ഉണ്ട്. അഞ്ചാമത്തെ പോയിന്റ് നോക്കിയേ, ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ് എൻഡിങ് ഇൻ ബ്ലൻഡ് പോയിന്റ്, അതായത് ചെറുതും കട്ടിയുള്ളതും അതുപോലെ തന്നെ എന്താണ് എൻഡ് ചെയ്യുന്നത്, ഈ ഹോണിൻ്റെ ടിപ്പ് എൻഡ് ചെയ്യുന്നത് എന്താണ്? ഷാർപ്പല്ല, ഇവിടെ എന്താണ് ബ്ലെൻഡ് ആയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ. ആറാമത്തെ പോയിന്റ് നോക്കിയേ, ഒക്കേഷണലി സ്മോൾ വൈറ്റ് പാച്ചസ് ആർ സീൻ ഇൻ ഡിവ്ലാപ്പ് ആൻഡ് ഫോർഹെഡ്, അതായത് ഒക്കേഷണലി സ്മാൾ വൈറ്റ് പാച്ചസ് എവിടെ കാണപ്പെടുന്നുണ്ട്? ഡിവ്ലാപ്പിലും അതുപോലെ തന്നെ ഫോർഹെഡ് നെറ്റിത്തടത്തിലും വൈറ്റ് പാച്ചസ് കാണപ്പെടുന്നുണ്ട്. കളർ നോക്കിയേ, ഡാർക്ക് റെഡ്, നമ്മൾ കൗവിന് എങ്ങനെയാണ്? ഡാർക്ക് റെഡാണ്. എന്നാൽ ബുള്ളിന് വന്നിട്ട് എന്താണ്? ഡാർക്കസ്റ്റ് ഇൻ കളർ, കുറച്ചുകൂടെ എന്താണ്? ഡാർക്കർ ആയിരിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ, ലാക്ടേഷൻ അല്ലേ? എത്ര ലാക്ടേഷൻ ആണ്? എത്രയാ ലാക്ടേഷൻ സിന്ധിയുടെ? 2000 kg അല്ലേ? അതായത് 305 ദിവസത്തിൽ സിന്ധി നമുക്ക് എത്ര പാല് തരും? 2000 kg പാല് തരും. മനസ്സിലായോ? ഓക്കെ, ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. മോസ്റ്റ് എക്കണോമിക് മിൽക്ക് പ്രൊഡ്യൂസർ എമംഗ് ഇന്ത്യൻ ബ്രീഡ്സ്, അതായത് ഇന്ത്യൻ കന്നുകാലികളിൽ ഏറ്റവും സാമ്പത്തികമായി പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ബ്രീഡ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് സിന്ധിയാണ്. മനസ്സിലായോ? അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ മോസ്റ്റ് എക്കണോമിക് മിൽക്ക് പ്രൊഡ്യൂസർ എമംഗ് ഇന്ത്യൻ ബ്രീഡ്സ് എന്ന് ചോദിച്ചാൽ ഏതാണ്? സിന്ധിയാണ്. സാഹിവാൽ എന്താണ്? ബെസ്റ്റ് ഡയറി ബ്രീഡെങ്കിൽ മോസ്റ്റ് എക്കണോമിക് മിൽക്ക് പ്രൊഡ്യൂസറാണ് ആര്? സിന്ധി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എക്സാം വ്യൂവിൽ നമുക്ക് ഏതൊക്കെ പോയിന്റ് നമ്മൾ സിന്ധിയിൽ ഓർത്തിരിക്കണം? ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ഒറിജിൻ ഓർക്കണം അല്ലേ? എന്താണ്? സിന്ധ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ, മറന്നു പോകരുത്. സിന്ധിയുടെ ഒറിജിൻ എവിടെയാണ്? സിന്ധ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി സിനോണിമി ഏതാണ്? റെഡ് സിന്ധി അല്ലേ? സിനോണിമി ഏതാണ്? റെഡ് സിന്ധി. ഇനി മറ്റ് ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? മാലിർ, റെഡ് കറാച്ചി. ഓക്കെ, 2 പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ക്യാരക്ടേഴ്സ് നമ്മൾ ഏതൊക്കെ ഓർക്കണം? ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് മാത്രമാണ് ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ് എൻഡിങ് ഇൻ ബ്ലൻഡ് പോയിന്റ്. ഓക്കെ, കളറ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ലാക്ടേഷൻ ഓർത്തിരിക്കണം, 2000 kg. എത്രയാണ് ലാക്ടേഷൻ? 2000 kg. ഇനി ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഏത്? മോസ്റ്റ് എക്കണോമിക് മിൽക്ക് പ്രൊഡ്യൂസർ എമംഗ് ഇന്ത്യൻ ബ്രീഡ്സ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. അടുത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറി ബ്രീഡാണ് ഏത്? ഗീർ അല്ലേ? ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു പാർട്ടാണ് ഗീർ എന്ന് പറഞ്ഞ ബ്രീഡിൻ്റെ ആ ഭാഗത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യന് വന്നിട്ടുള്ളത് അല്ലേ? അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ? എന്ന് വെച്ചിട്ട് സാഹിവാലും സിന്ധിയൊന്നും പഠിക്കാതെ പോകണ്ട, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറി ബ്രീഡ് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഗിറിൻ്റെ ഒറിജിൻ എവിടെയാണ്? കത്തിയവാർ ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത് അല്ലേ? എവിടെയാണ്? കത്തിയവാർ ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത്, ഗീർ ഫോറസ്റ്റ് അല്ലേ? ഓക്കെ, ദിസ് ബ്രീഡ് ഈസ് ഓൾസോ നോൺ ആസ് ബോദാലി, ദേശൻ, ഗുജറാത്തി, കത്യവാരി, സൂററ്റി. അപ്പോൾ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ ബ്രീഡ്? ബോദാലി, ദേശൻ, ഗുജറാത്തി, കത്യവാരി, സൂററ്റി എന്നിങ്ങനെ പേരിൽ അറിയപ്പെടുന്നു. സൂറത്ത് അറിയാമല്ലോ, നമ്മൾ ഗുജറാത്തിലൊരു സ്ഥലമാണ് സൂററ്റ്. ഏറ്റവും കൂടുതൽ ഡയമണ്ട് അല്ലേ വ്യാപാരം നടക്കുന്ന സ്ഥലമാണല്ലേ സൂററ്റ്. അതുകൊണ്ട് തന്നെ സൂററ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. കളർ ശ്രദ്ധിച്ചേ, കളർ റെഡ് ടു ഓൾമോസ്റ്റ് ബ്ലാക്ക്, റെഡ് മുതൽ ഏകദേശം ബ്ലാക്ക് വരെ മിക്കവാറും കാണാറുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ശ്രദ്ധിച്ചോളൂ. ദിസ് ഈസ് എ വേൾഡ് റിനൗണ്ട് ബ്രീഡ് നോൺ ഫോർ ഇറ്റ്സ് ടോളറൻസ് ടു സ്ട്രെസ് കണ്ടീഷൻ. അതായത് ഏത് സമ്മർദ്ദകരമായിട്ടുള്ള സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ കഴിയുന്ന ലോക പ്രശസ്ത കാറ്റിൽ ഇനമാണ് ഗീർ. മനസ്സിലായോ? ഓക്കെ, ഇതിൻ്റെ ക്യാരക്ടേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേടേ. എന്താണ് ഫസ്റ്റ് ക്യാരക്ടേഴ്സ് നോക്കിയേ? ലോങ് പെൻഡുലസ് ഇയർ വിച്ച് റിസംബിൾ എ കേൾഡ് ലീഫ് ആൻഡ് ഹാവ് എ നോസ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ഇയർ. അതായത് ഒരു ചുരുണ്ട നീളമുള്ള ഇല താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ചെവിയല്ലേ? ഒന്നുകൂടി പിക്ചർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. കണ്ടാ, നീളമുള്ള ഒരു താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഒരു ചുരുണ്ട ഇല പോലെയല്ലേ കാണപ്പെടുന്നത്? അതുപോലെ തന്നെ ഇത് ചെവിയുടെ ടിപ്പിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? നോച്ച് അഥവാ മടക്കുകളും കാണപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ ഗിറിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. വെൽ പ്രൊപ്പോർഷനേറ്റ് ബോഡി, അതായത് നല്ല പ്രൊപ്പോർഷനായിട്ടുള്ള ബോഡി ആർക്കുണ്ട്? ഗിറിനുണ്ട്. വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ല. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കുക.
വിപ്പ് ലൈക്ക് ടെയിൽ വിത്ത് ബ്ലാക്ക് സ്വിച്ച്, അതായത് ചാട്ടവാറ് പോലുള്ള വാലും അതുപോലെ തന്നെ സ്വിച്ച് എന്ത് കളറിൽ കാണപ്പെടുന്നുണ്ട്? ബ്ലാക്ക് കളറിലും കാണപ്പെടുന്നുണ്ട്. എന്താണ് സ്വിച്ച്? നമുക്കറിയാം അല്ലേ, ടെയിലിൻ്റെ എൻഡ് ഭാഗത്ത് കാണപ്പെടുന്ന ഹെയറി പോർഷൻ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്വിച്ച് എന്ന് വിളിക്കുന്നു. അത് ഗിയറിന് ഏത് കളറിൽ കാണപ്പെടുന്നുണ്ട്? കറുത്ത കളറിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോളൂ. ഹാഫ് ക്ലോസ്ഡ് ഐസ്, അതായത് ഗിറിൻ്റെ കണ്ണിന് പ്രത്യേകതയുണ്ട്. എന്താണ്? പകുതി അടഞ്ഞ രീതിയിലാണ് കാണപ്പെടുന്നത്. മനസ്സിലായോ? ഓക്കെ, നാലാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോളൂ. ഹാഫ് മൂൺ ഷേപ്പ്ഡ് ഹോൺസ്, അതായത് ചന്ദ്രാകൃതിയിലുള്ള ഹോൺസ് ആർക്കുണ്ട്? നമ്മുടെ ഗിയറിനുണ്ട് അല്ലേ. ഇവിടെ ഒന്ന് പിക്ചർ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. നോക്കിയേ, ഹാഫ് മൂൺ ഷേപ്പ്ഡ് ഹോൺസ് അല്ലേ ഗിയറിനുള്ളത്. മനസ്സിലായോ? ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് നോക്കുക. ബ്രോഡ് കോൺവെക്സ് ഫോർഹെഡ്, അതായത് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന അല്ലെങ്കിൽ തള്ളി നിൽക്കുന്ന രീതിയിലുള്ള നെറ്റിത്തടം ആർക്കുണ്ട്? നമ്മുടെ ഗിയറിന് ഉണ്ട്. ഓക്കെ, ഇത് എന്തിനു സഹായിക്കുന്നുണ്ട്? വിച്ച് ആക്ട് ആസ് എ കൂളിംഗ് റേഡിയേറ്റർ ടു ദ ബ്രെയിൻ ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതായത് ബ്രെയിനിനെയും അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയും കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി ലാക്ടേഷൻ നോക്കിയുടെ എത്രയാണ്? 1700 kg അല്ലേ. അതായത് നമുക്കറിയാം, ഒരു ലാക്ടേഷൻ വന്നിട്ട് 305 ദിവസമാണ്. ആ 305 ദിവസത്തിൽ എത്ര പാല് തരും ഗിയർ? 1700 kg പാല് തരും. മനസ്സിലായോ? ഓക്കെ, നമ്മൾ എക്സാം വ്യൂവിൽ നമുക്ക് ഏതൊക്കെ പോയിന്റ് നമ്മൾ ഓർത്തിരിക്കണം? നോക്കിയേ, ഒറിജിൻ നമ്മൾ ഓർക്കണം അല്ലേ, കത്തിയവാർ ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത് അല്ലേ, ഗീർ ഫോറസ്റ്റ് മറക്കരുത്. ഇനി നമ്മുടെ ഗീർ മറ്റേതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? ബോദാലി, ദേസൻ, ഗുജറാത്തി, കത്യവാരി, സൂററ്റി. നമുക്കറിയാം അല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഒരു പ്രാവശ്യം ചോദിച്ചതാണ് കത്യവാരി എന്നറിയപ്പെടുന്ന ബ്രീഡ് ഏതാണ് അല്ലേ? ഗീറാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പേരുകളൊക്കെ തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കണം. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ഏത് പോയിന്റാണ് ഓർക്കേണ്ടത്? ദിസ് ഈസ് എ വേൾഡ് റിനൗണ്ട് ബ്രീഡ് നോൺ ഫോർ ഇറ്റ്സ് ടോളറൻസ് ടു സ്ട്രെസ് കണ്ടീഷൻ. ഓക്കെ, ഇത് മറന്നു പോകരുത്. ഇനി നമ്മൾ ക്യാരക്ടേഴ്സ് നമ്മൾ ഏതൊക്കെ ഓർക്കണം? ഒരുപാട് ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഏതാണ്? ലോങ് പെൻഡുലസ് ഇയർ വിത്ത് റിസംബിൾ എ കേൾഡ് ലീഫ് ആൻഡ് ഹാവ് എ നോസ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ഇയർ. മറന്നു പോകരുത്. ഓക്കെ, രണ്ടാമത്തെ ഏതാണ് ഇനി ഓർക്കേണ്ടത്? വിപ്പ് ലൈക്ക് ടെയിൽ വിത്ത് ബ്ലാക്ക് സ്വിച്ച് അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇനി ഓർക്കേണ്ട ഏതാണ്? ഹാഫ് മൂൺ ഷേപ്പ്ഡ് ഹോൺസ്. ഇത് നമ്മുടെ ഗിയറിന് മാത്രം കാണപ്പെടുന്നതാണ്. ഓക്കെ, ഇനി ഏതാണ്? ബ്രോഡ് കോൺവെക്സ് ഫോർഹെഡ്. ഇത് നമ്മൾ എക്സാം വ്യൂവിൽ നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ഹാഫ് ക്ലോസ്ഡ് ഐസ്. മറന്നു പോകരുത്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ഇതിൻ്റെ ലാക്ടേഷൻ. എത്രയാണ്? 1700. ഓക്കെ, ഇത്രയും നിങ്ങൾ ഉറപ്പായിട്ടും ഓർത്തിരിക്കണം. മനസ്സിലായോ? ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച്. One of the breed used in the development of the Brahman breed in North America. അതായത് നോർത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു സെബുവൻ ബീഫ് ബ്രീഡാണ് ബ്രഹ്മൻ. അറിയാമോ? അതായത് ഉള്ളി ബീഫിന് വേണ്ടി, അതായത് ഇറച്ചിക്ക് വേണ്ടി മാത്രം വളർത്തുന്ന ഒരു ബ്രീഡാണ് ബ്രഹ്മൻ. ഓക്കെ, നമ്മുടെ മെയിൽ വന്നിട്ട്, അതായത് ബുള്ള് വന്നിട്ട് ഏകദേശം 800 മുതൽ 1000 കിലോഗ്രാമും, ഫീമെയിൽ അതായത് കൗ വന്നിട്ട് 500 മുതൽ 700 കിലോഗ്രാം ഭാരം വരെ കാണാറുണ്ട്. മനസ്സിലായോ? ഈ ബ്രഹ്മൻ ബ്രീഡ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് ആര് വഹിച്ചിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യയിലുള്ള, അതായത് ഗുജറാത്തിൽ കാണപ്പെടുന്ന ഗീർ കാറ്റിൽ അല്ലേ. നമ്മുടെ ഗീർ അല്ലാതെ ഈ ബ്രഹ്മൻ ബ്രീഡ് ഡെവലപ്പ് ചെയ്യുന്നില്ല. ഇന്ത്യയിൽ നിന്ന് മറ്റേതെങ്കിലും കാറ്റിലെ സഹായമുണ്ടോ? അറിയാമോ? ഉണ്ടല്ലേ, നെല്ലൂർ അല്ലേ. അപ്പോൾ ഈ ബ്രഹ്മൻ ബ്രീഡ് ഡെവലപ്പ് ചെയ്യുന്നില്ല. ഇന്ത്യയിൽ നിന്ന് ഗീറും നെല്ലൂറും അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയിലെ മറ്റു ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്തിട്ടാണ് സെബുവൻ ബീഫ് ബ്രീഡായിട്ടുള്ള ബ്രഹ്മനെ ഡെവലപ്പ് ചെയ്തെടുത്തത്. മനസ്സിലായോ? ഓക്കെ, അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിച്ചോളൂ. ദ ഗിറോലാൻഡോ ഇസ് ബ്രീഡ് ഓഫ് ഡയറി കാറ്റിൽ ക്രിയേറ്റഡ് ഇൻ ബ്രസീൽ ബൈ ക്രോസിംഗ് ഗീർ കാറ്റിൽ ഫ്രം ഇന്ത്യ വിത്ത് എ ഹോൾസ്റ്റൈൻ കൗ. അപ്പോൾ ബ്രസീലിൽ കാണപ്പെടുന്ന ഒരു ഡയറി കാറ്റിലാണ് ഇത് ഗിറോലാൻഡോ അല്ലേ. അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഗീറും അതുപോലെ തന്നെ ഹോൾസ്റ്റൈൻ കൗവും കൊണ്ട് ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡയറി ബ്രീഡായിട്ട് അല്ലെങ്കിൽ ഡയറി കാറ്റിലായ ഗിറോലാൻഡ് ബ്രസീലിൽ ഡെവലപ്പ് ചെയ്തെടുത്തത്. മനസ്സിലായോ? ഓക്കെ, അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ലോക്കലി ഇൻ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അതർ ബ്രീഡ്സ് ഇൻക്ലൂഡിങ് ദ റെഡ് സിന്ധി ആൻഡ് സഹിവാൽ. നമുക്കറിയാം അല്ലേ, ഗീറിന്
എന്താണ് സ്ട്രെസ്സ് കൺട്രോൾ അല്ലെങ്കിൽ സ്ട്രെസ്സ് ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. അതുകൊണ്ട് മറ്റ് ലോക്കൽ ബ്രീഡിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന്, അതായത് ഇതിൽ സഹിവാളും അല്ലെങ്കിൽ റെഡ് സിന്ധി ഉൾപ്പെടുന്ന മറ്റ് ലോക്കൽ ബ്രീഡിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് ആര് സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരെ ഉപയോഗിക്കുന്നുണ്ട്? ഗീർ ബ്രീഡിനെ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിനി ഈ ഭാഗത്തു നിന്നും PSC ചോദിച്ച ക്വസ്റ്റ്യനിലേക്കൊന്ന് തിരിച്ചു പോകാം. ഓക്കെ, 2014 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ദ ബ്രീഡിംഗ് ട്രാക്ട് ഓഫ് ഡാഷ് ഈസ് മോണ്ട്ഗോമറി ഡിസ്ട്രിക്ട് ഓഫ് പാകിസ്ഥാൻ. ഏതാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ, അറിയാമല്ലേ നമുക്ക്? ഓപ്ഷൻ B ആണല്ലേ, സഹിവാൽ. മനസ്സിലായോ? ഓക്കെ, 2015 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആൻ എക്സാമ്പിൾ ഓഫ് ഡയറി ടൈപ്പ് ഇന്ത്യൻ കാറ്റിൽ ബ്രീഡ് ഫ്രം ഗുജറാത്ത്. ഏതാണ്? നമുക്ക് അറിയാമല്ലേ, കാണാതെ അറിയാം, പെട്ടെന്ന് പറഞ്ഞോളൂ. അതെ, ഓപ്ഷൻ D ആണല്ലേ, ഗീർ. 2015 PSC ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ബ്രീഡ് ഓഫ് കാറ്റിൽ വിച്ച് ഈസ് നോൺ ആസ് ലോല ഓണിങ് ടു ദ ലൂസ് സ്കിൻ. നമ്മൾ പറഞ്ഞു അല്ലേ, മറക്കാൻ പാടില്ലാത്ത പോയിന്റ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. ലോല ഏതിനാ വിളിക്കുന്നത്? ഏത് ബ്രീഡിനാണ് വിളിക്കുന്നത്? അതെ, ഓപ്ഷൻ C, സഹിവാൽ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2015 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, ദ ബ്രീഡ് ഓഫ് കാറ്റിൽ വിത്ത് ലോങ് പെൻഡുലസ് ഇയർ വിച്ച് റിസംബ്ലിങ് എ കോൾഡ് ലീഫ് ഈസ്. ഏതാണ്? നമ്മൾ പറഞ്ഞു പെൻഡുലസ് ആയിട്ട് തൂങ്ങിക്കിടക്കുന്ന പിന്നെ ലീഫ് ഏതിൻ്റെയാണ്? ഏത് ബ്രീഡിൻ്റെ പ്രത്യേകതയാ? അതെ, ഓപ്ഷൻ C, ഗീർ ആണല്ലേ. ഗീറിൻ്റെ വലിയൊരു പ്രത്യേകത മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദീസ് ബ്രീഡ് ഹാവ് കോൺവെക്സ് ഹെഡ് വിത്ത് ഫോൾഡഡ് ലീഫ് ലൈക്ക് ഇയേഴ്സ്. ഏതാടേ? ഞാൻ പറഞ്ഞു അല്ലേ, ഗീർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രീഡാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാട് അവിടെ ആ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ? അതെ, ഓപ്ഷൻ C ആണല്ലേ, ഗീർ. ഓക്കെ, നമ്മൾ 2022 PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എ ബ്രീഡ് ഓഫ് കാറ്റിൽ വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് കത്യവാരി. ഏതാണ് ആൻസർ? ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഏതാണ് ഇതിൻ്റെ ആൻസർ? നമുക്കറിയാലേ, ഗീർ ആണല്ലേ. ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? ബോദാലി, ദേശൻ, കത്യവാരി, സൂർത്തി, സൂററ്റി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ A, ഗീർ ആണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഓരോ വ്യക്തികൾ എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.